ശ്രീ പ്രകാശം മാസ്റ്റർ, അതായത് ഇപ്പോൾ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങളുടെയൊക്കെ കല്ലും നെല്ലും തിരിയുന്നത്. ഇതാണ് കോടതിയിൽ പ്രതിഫലിച്ചത്. ഇതൊക്കെ രൂപപ്പെടുത്തുന്ന ആരോപണമുണ്ടായത് ആഗോള അയ്യപ്പ സംഗമം എന്ന ദേവസ്വം ബോർഡിൻ്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. അത് എടുത്തുയർത്തിയതും പ്രതിപക്ഷമാണ്. ഇത് കോടതിയിലെത്തുന്നു. കോടതി ദേവസ്വം ബോർഡിനെയോ സർക്കാരിനെയോ ഒന്നും കുറ്റം പറയുന്നില്ലെന്ന് മാത്രമല്ല, ദേവസ്വം ബോർഡിൻ്റെ ആവശ്യം കൂടി പരിഗണിച്ചാണ് ഈ സമഗ്ര അന്വേഷണത്തിലേക്ക് കോടതി പോകുന്നത്. ഒക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ 2019 നടന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ധാർമ്മികമായ ഉത്തരവാദിത്വം അന്നത്തെ ദേവസ്വം ബോർഡിനില്ലേ എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. പ്രകാശം മാസ്റ്റർ, ഇതിൽ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ UDFൻ്റെ ആളുകളും ഇത്രമാത്രം ജാള്യതയിൽ ഈ വിഷയത്തിൽ എത്തിച്ചേർന്ന മറ്റൊരു ദിവസമില്ല. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എടുത്ത് ആഘോഷിച്ചത് ആരാണ്? അദ്ദേഹം പറഞ്ഞത് വെച്ചുകൊണ്ട് കിലോ കണക്കിന് സ്വർണം കേരളത്തിലെ മുഖ്യമന്ത്രി കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞത് ആരാണ്? അല്ല, കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിൻ്റെ കളവിന് തന്നെ ഉത്തരവാദി എന്ന് കണ്ടാൽ അത് ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്നെങ്കിലും പറയാനുള്ള മാന്യത ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി കാണിക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇക്കാലം അത്രയുള്ള കോൺഗ്രസിൻ്റെ ആവശ്യം എന്താണ്? കേരളത്തിലെ ഗവൺമെൻറ്റിനെയോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെയോ പോലീസിനെയോ വിശ്വസിക്കാനാവില്ല. അതുകൊണ്ട് CBI അന്വേഷണം വേണമെന്നായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ ആവശ്യം. എന്നാൽ കോടതി വിധികൾ പരിശോധിക്കുക. കോടതി വിധിയിൽ ദേവസ്വം വിജിലൻസിനെ ശ്ലാഘിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച് കുറേ കൂടി വിശദമായിട്ടുള്ള അന്വേഷണം നിങ്ങൾ നടത്തൂ എന്ന് അവരോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ കുറേ കൂടി വിശദാംശങ്ങളോടെ 6 ആഴ്ച കൊണ്ട് റിപ്പോർട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന വേറെ ആരോടുമല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോടാണ്. അതിന് അടിസ്ഥാനമായി നിൽക്കുന്നത് ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ടാണ്. പ്രാഥമിക റിപ്പോർട്ടും ഒടുവിലത്തെ റിപ്പോർട്ടും. സ്വാഭാവികമായിട്ടും തങ്ങൾക്ക് തെറ്റിപ്പോയി, തങ്ങൾ പറഞ്ഞ കാര്യമല്ല ശരിയെന്ന് പറയാൻ കോൺഗ്രസിന് ബാധ്യതയില്ലേ? കേരളത്തിലെ ഗവൺമെൻറ്റും ദേവസ്വം വിജിലൻസും നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം ഏറ്റവും മികച്ചതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റാരുമല്ല, കേരളത്തിലെ ഹൈക്കോടതിയാണ്. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ UDF സ്വീകരിച്ച നിലപാട്? UDF സ്വീകരിച്ച നിലപാട് കേരളത്തിലെ ആളുകൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന വിഗ്രഹം കട്ടുകൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്ത അദ്ദേഹമാണെന്നല്ലേ? എത്ര വില കുറഞ്ഞ ആക്ഷേപമാണിത്! നിങ്ങൾ രാഷ്ട്രീയ രംഗത്ത് എതിരാളി എന്നുള്ളത് കൊണ്ട് എന്ത് വൃത്തികേടും പറയാം എന്നൊരവസ്ഥ കോൺഗ്രസിനെ പോലുള്ള പാർട്ടിക്ക് സ്വീകരിക്കാൻ പറ്റുമോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വലിയ ഭട്ടത്തിൽ സ്വർണം കൊണ്ടുപോയി എന്നും അവർ ഈത്തപ്പഴത്തിനകത്ത് സ്വർണം കൊണ്ടുപോയി എന്നും ഖുറാനകത്ത് സ്വർണം കൊണ്ടുപോയി എന്നെല്ലാമുള്ള എന്തെന്ന് ആക്ഷേപ ശരങ്ങളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് അവർ ഉന്നയിച്ചത്. ഇപ്പോഴും എന്താ പറയുന്നത്? ഈ വിഗ്രഹം ഏത് ധനവാനാണ് കൊണ്ടുപോയി വിറ്റത് എന്ന് ചോദിക്കുകയല്ലേ ഇവിടെ കേരളത്തിലെ ഉത്തരവാദപ്പെട്ട കോൺഗ്രസിന് ആളുകൾ? അവർ ജനങ്ങളോട് മാപ്പ് പറയണ്ടേ? എന്തായാലും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ വിഷയം സംബന്ധിച്ച് LDFൻ്റെ നിലപാട്, ദേവസ്വം ബോർഡിൻ്റെ നിലപാട്, ദേവസ്വം മന്ത്രിയുടെ നിലപാട്, അത് 100% ശരിവെക്കുന്ന ഒരു സ്ഥിതിയല്ലേ ഹൈക്കോടതി സ്വീകരിച്ചത്? എന്താ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത്? നേരത്തെ 1999 മുതൽ ഇങ്ങോട്ട് വിജയ് മല്യ സ്വർണം കൊടുത്തതിന് ശേഷമുള്ള മുഴുവൻ കാലത്തെയും ഇതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഒരു സമഗ്രമായ അന്വേഷണം വേണം. ആ അന്വേഷണത്തിന് ഏതു കാര്യത്തെയാണോ ഇവിടെ ഹൈക്കോടതി തീരുമാനിക്കുന്നത് ഞങ്ങൾ അത് അംഗീകരിക്കും. അതിനകത്ത് കുറ്റവാളികൾ ആരാണ് എന്ന് കണ്ടാലും അവർക്കെതിരെ നടപടിയുണ്ടാവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന നമ്മളെല്ലാം കേട്ടല്ലോ. അദ്ദേഹം പറഞ്ഞെന്താ? ഈ വിഷയത്തിനകത്ത് സമഗ്രമായിട്ട് അന്വേഷണത്തിൽ ആരെല്ലാമാണ് ഉത്തരവാദികൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ കർശനമായ നിലപാടുണ്ടാവും. ഒരു തെറ്റിനെയും അംഗീകരിക്കുന്ന വിഷയമില്ല, ഒരു അന്യായക്കാരനെയും സംരക്ഷിക്കുന്ന വിഷയമില്ല. ഇത്ര മികച്ച ഒരു നിലപാട്, തെളിവാർന്നൊരു നിലപാട് UDFന് എപ്പോഴെങ്കിലും സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇപ്പോൾ പറയുന്നത് UDFന് യാതൊരു പ്രശ്നവുമില്ല, ഈ പറഞ്ഞ ആളുകളൊന്നും UDFായിട്ട് ബന്ധമില്ലാന്നല്ലേ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ബൈജു ആരാ? ബൈജു നിലവിൽ ആലപ്പുഴയിലെ അവിടുത്തെ INDUC പ്രസിഡന്റാണെന്നുള്ളത് നിങ്ങൾ മറച്ചു വെച്ചാൽ മറഞ്ഞു പോവോ? അങ്ങനെ മറഞ്ഞു പോകില്ലല്ലോ. പിന്നെ നിങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ നിങ്ങളുടെ ആളുകൾക്കെതിരായിട്ട് എത്ര അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മറച്ചു വെക്കാൻ വേണ്ടി കഴിയുമോ? ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇപ്പോൾ ഇതിനെല്ലാം ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തത് ഇപ്പോൾ ദേവസ്വം ബോർഡല്ലേ? നിങ്ങൾ കാണാൻ വേണ്ടി നേരത്തെ ശബരിമലയിൽ പാത്രങ്ങൾ വാങ്ങി കോടികൾ അഴിമതി നടത്തിയതിൻ്റെ പേരിൽ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറിയായ ജയകുമാറിനെതിരെ വിജിലൻസ് കേസുണ്ടല്ലോ. ഏതാണ് ഈ പറയുന്ന നേരത്തെ ഭാഗമാണോ? പിന്നെ അതെ, ഏതാ ജയകുമാർ എന്നുള്ളത് അവർ പറയണം. അതുപോലെ തന്നെ മണ്ഡല മകരവിളക്ക് കാലത്ത് സാധനങ്ങൾ വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയാണല്ലോ. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ
അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്ന നിലയുണ്ടല്ലോ. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ജി രാമൻ നായർ, അതുപോലെ മെമ്പർമാരായിരുന്ന എം പി ശ്രീകുമാർ, പുനലൂർ മധു എന്നിവർക്കെതിരെ കേസെടുത്ത് കോടതി കൊടുത്തിട്ടുണ്ടല്ലോ. ഇവരെല്ലാം ഏത് പാർട്ടിക്കാരാ? ഇവരൊന്നും ഈ പറയുന്ന LDF ആളുകളല്ലല്ലോ. ഞങ്ങൾക്കെതിരായിട്ട് എപ്പോഴാണ് അന്വേഷണം ഉണ്ടായിട്ടുള്ളത്? എപ്പോഴാണ് ഏതെങ്കിലും നിലയ്ക്ക് കുറ്റക്കാരാണെന്ന് കേട്ടിട്ടുള്ളത്? ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെളിമിയാർന്ന വ്യക്തിത്വമുണ്ട്. ഞങ്ങൾ നിശ്ചയിക്കുന്ന ആളുകൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവട്ടെ, മറ്റാളുകളാവട്ടെ, അവരെല്ലാം ശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അവരെല്ലാം ഊതിക്കാച്ചിയ പൊന്നുപോലെ സമൂഹത്തിൽ നിൽക്കുന്ന ആളുകളാണ്. അവരെ കളങ്കിതരാക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയില്ല. ഈ വിഷയത്തിനകത്ത് ഞങ്ങൾ ഈ പ്രശ്നം വന്ന് ഉടനെ എടുത്ത നിലപാട്, ആ നിലപാട് ഇന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഹൈക്കോടതി. ഇവിടെ ഈ വിഷയം കൊണ്ടുവന്നതിനാ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ അവതരിപ്പിച്ചത്? ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അതിനകത്ത് നിഴൽ വീഴ്ത്താൻ നിങ്ങൾ കൊണ്ടുവന്ന കഥാപാത്രമല്ലേ ഈ പറയുന്ന പോറ്റി? അല്ല, നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ? അദ്ദേഹത്തെ അല്ലേ ഇവിടെ BJPയും കോൺഗ്രസും എല്ലാം എടുത്താഘോഷിച്ചത്? അദ്ദേഹമാണല്ലോ തെറ്റുകാരനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഈ വിഷയം ഉണ്ടായ ഉടനെ ദേവസ്വം മന്ത്രി പറഞ്ഞെന്താ? ദേവസ്വം മന്ത്രി ഇദ്ദേഹത്തെ സംശയിക്കേണ്ട ആളാണെന്ന് ആ ദിവസം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ? അവർ എടുത്തു കാണുന്നത് നിങ്ങളാണ്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു നിലക്കും പ്രയാസപ്പെടേണ്ടതോ അല്ലെങ്കിൽ സംശയിക്കേണ്ടതോ ആയിട്ട് കാര്യമില്ല. വളരെ സംശുദ്ധമായ നിലക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിനെ കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു നില തന്നെയാണ് ഇന്നത്തെ വിധിന്യായത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ CBIയോട് അന്വേഷണം വേണം എന്ന് പറഞ്ഞ ആളുകൾക്ക് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരള ഗവൺമെന്റിനാണ്. അത് അന്വേഷിച്ചാൽ മതി എന്ന് ഹൈക്കോടതി തീരുമാനിച്ചപ്പോൾ നിങ്ങൾ പരസ്യമായി ജനങ്ങളോട് മാപ്പ് പറയണ്ടേ? ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റാണ്, അംഗീകരിക്കപ്പെട്ടില്ല, കോടതി ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത് ഈ ഗവൺമെന്റിനാണെന്ന് പറയണ്ടേ? എന്നിട്ട് നാണമില്ലാതെ ഇവിടെ എന്തോ കേരളത്തിലെ ഗവൺമെന്റ് ഇതെല്ലാം കട്ടുകൊണ്ടു പോയിരിക്കുന്ന പച്ചക്കള്ളം പറയാൻ ഞങ്ങൾക്ക് ഒരു കാര്യം ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ വേണ്ടി കഴിയും. അയ്യപ്പ നൽകിയിരിക്കുന്ന ഒരൊറ്റ ചില്ലിക്കാശും മറ്റാരും കൊണ്ടുപോകാൻ പാടില്ല. കൊണ്ടുപോകുന്ന കാര്യത്തിൽ ആരെല്ലാം ഉത്തരവാദികളായാലും അവർക്കെതിരെ കൃത്യമായ നിലക്കുള്ള അന്വേഷണത്തിൽ തെളിയും. അവരെ സംരക്ഷിക്കാൻ നിൽക്കുന്ന വിഷയമില്ല. അവർക്കെതിരെ ഒരു ഗവൺമെന്റിന്റെ എല്ലാ നിലക്കുള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് മുന്നോട്ടേക്ക് വരികയും ചെയ്യും. ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്ന കുറ്റവാളികൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ മിക്കവാറും ആളുകൾ INTUC-കാരും കോൺഗ്രസ്സുകാരുമാണെന്നുള്ള വസ്തുത നിങ്ങൾക്ക് മറച്ചു വെക്കാനാവില്ല. ആലപ്പുഴയിലെ INTUC പ്രസിഡന്റ് ബൈജു ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ച്